അങ്ങനെ ചിത്വനിലെ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ജീപ്പ് സഫാരിക്കുള്ള പെർമിഷൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പെർമിഷന് 1000 രൂപയാണ് ചാർജ് നേപ്പാളി. പിന്നെ 1500 രൂപ ജീപ്പ് സഫാരിയും കൊടുത്താൽ 2500 രൂപയ്ക്ക് 4 മണിക്കൂർ കൊണ്ട് മൊത്തം കാടിൻ്റെ അകത്തു കൂടെ ഒക്കെ പോയി സഞ്ചരിച്ച് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഇവിടുന്ന് ചെറിയൊരു നദിയൊന്ന് മുറിച്ചെടുക്കാണ്ട്, അപ്പോൾ അതിനുള്ള ബോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചിലവേറിയുണ്ട് ഇപ്പോൾ. ഒന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര ചാർജ് ഉണ്ടായി 2000 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നല്ല. ഇതിപ്പോൾ 2500 2000 കടന്നു. കഴിഞ്ഞ പ്രാവശ്യം റൂമെല്ലാം കൂടി 2500 ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിന് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടിയിരുന്നു. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ജീപ്പ് സഫാരി ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. ഈ തോണിക്കകത്ത് ഇരിക്കാൻ കുറച്ച് പാടാണ്, കുറച്ച് ബാലൻസ് ചെയ്തിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോയി. ഒരു പലകെട്ടുണ്ട് ഈ തോണിൻ്റെ അകത്ത്, ആ പലകയിലാണ് കറക്റ്റ് ഇരിക്കുന്നത്. സഫാരി ചെയ്യാനുള്ള ജീപ്പൊക്കെ കാടിൻ്റെ അകത്താണ്, അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. സംഗതി തോണി ഇവിടെ കിടന്ന് ഇളകണ്ടിട്ടാ, വെള്ളത്തേക്ക് വീഴുന്നൊരു പേടി. नयाँ फ्रेममै हेर न गोलो गोलो खाले थुप्रोवटा छ पानी नै भित्र है पानी छिर्यो नि पाट त पानी छिर्यो नि खास वेट बढी भयो नि यसमा बस्नु सर സവാരിക്കായിട്ട് കാട്ടിൻ്റെ അകത്തേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ട് ജീപ്പാണ് ഇതൊക്കെ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യല്. കാട്ടിനകത്ത് ആദ്യമായി കണ്ടൊരു കാഴ്ച പന്നിയാണ്. നമ്മുടെ കൂടെയുള്ള ടീം നേപ്പാളിൽ തന്നെയുള്ളവരാണ്, 9 പേരുണ്ട്. വെസ്റ്റ് ബംഗാളിന്റെ അടുത്തുള്ള ഒരു നേപ്പാളിന്റെ വില്ലേജിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മളെ ഗൈഡ്. കിഷോർ കുമാർ ചൗധരി. 4 മണിക്കൂർ ജീപ്പ് സഫാരിയാണ്. 1 മണിയായി, 5 മണി വരെ ഉണ്ടാവും. 5 മണിക്ക് തിരിച്ചു വിടത്തിന് എത്തും. എന്തെങ്കിലും കണ്ടാൽ കണ്ടു, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, ഒന്നിനും ഗ്യാരണ്ടി ഇല്ല കാണാൻ കഴിയുന്നുണ്ട്. കാടാണ്, ചിലപ്പോൾ പുലിനെ കാണാം, ആന, സിംഹം വരെ കാണാം. चितवन नेशनल पार्क हजुर नेपालको फर्स्ट 1973 भन्नाले इस्वी सम्बत अनि यसको ओल्ड हेरिटेज चाहिँ 1980 यो चाहिँ स्पेशली हात्तीले खान्छ हैन यो നാട്ടാനാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വക ആനയാണ്. ഇവിടെ ചിത്വന് ആന വളർത്ത് കേന്ദ്രമുണ്ട്. അവിടെ നിറയെ ആനകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടൊരു ആന.
पाउँछ पाउँदैन हजुर അവിടെ ദൂരെ വെള്ളത്തിലായിട്ട് ഒരു കണ്ടാമൃഗം നിൽക്കുന്നത്. അനങ്ങാതെ വെള്ളത്തിൽ ഇങ്ങനെ പൂണ്ട് കിടക്കാണ്. അതേ നിർത്തി നിൽക്കുന്ന ആള്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ റോഡ് മുറിച്ചെടുക്കുന്ന കണ്ടപ്പോഴത്തേ ഉണ്ടായിരുന്നു ക്ലോസപ്പ് ആയിട്ട് ഈ വഴി ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. പ്രാവശ്യം അതൊന്നും കാണാനില്ല. വേറെ മൃഗങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മാന് മയില് ഒരുപാട് സംഗതികളുണ്ടായിരുന്നു. പ്രാവശ്യം ഒന്നുമില്ല. കുറച്ച് കാട്ടുപന്നികളുണ്ട്. അതിൻ്റെ അകത്തൊരു വൈൽഡ് ബോ. ഇതുവഴി റോഡ് മുറിച്ച് കിടന്നു. ഒരു 3-4 ഇത്തവണത്തെ ജീപ്പ് സഫാരിയിൽ കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല പൊളിയായിരുന്നു. 2 മണിക്കൂർ സഞ്ചരിച്ചിട്ട് ഇവിടെ ഒരു എൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് പോകും. വന്ന വഴി തന്നെ തിരിച്ചു പോകും. അതുവഴി എന്തെങ്കിലും കാണുമെന്ന് വിചാരിക്കാം. ചിത്വനിലെ ജീപ്പ് സഫാരിയുടെ എൻഡ് പോയിന്റ് അവിടെ ഒരു മുതല വളർത്തു കേന്ദ്രമുണ്ട്. അതിനകത്തപ്പോൾ ഉള്ളത് ഇതിനകത്ത് കുഞ്ഞു മുതലകളാണ്. നെറ്റ് കെട്ടിയോണ്ട് കറക്റ്റ് ഫോട്ടോ കൂടി ഒന്നും എടുക്കാൻ പറ്റില്ല. ചീങ്കണ്ണി അതാ വലിയ ഐറ്റംസ് ഒക്കെ. വലിയ മുതലകൾ ഇതിൻ്റെ അകത്താണ്.